വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂൾ ബസ്സുകളുടെ ഫീസ് ഇനത്തിൽ ഈടാക്കുന്നത് വലിയ തുക. ഇത് വലിയ കൊള്ളയാണ്. ഇതിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സ്വകാര്യ ബസ് ഉടമയായിട്ടുള്ള റോബിൻ ഗിരീഷ്. കിലോമീറ്റർ അടിസ്ഥാനത്തിൽ ഇതിനൊരു ഏകീകരണം കൊണ്ടുവരണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ വർഷം സ്കൂൾ തുറക്കുന്ന സമയത്തും താങ്കൾ ഇതേ ആവശ്യം തന്നെ ഉന്നയിച്ചതാണ്. പക്ഷേ അന്ന് നടപടികളൊന്നും ഉണ്ടായില്ല. ഇക്കുറി ഇതിൽ പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും ഞാനൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഇത്തവണയും ഞാൻ ഒന്നുകൂടി പറയാമെന്ന് വെക്കുന്നത്. കാരണം കഴിഞ്ഞ 2 മന്ത്രിമാരുടെ കാലത്തും ഇത് ഞാൻ ഉന്നയിച്ചതാണ്. അവരതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഇത് യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, സ്കൂൾ ബസ് എന്ന് പറയുന്നത് ചില സ്കൂളുകളുടെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗമാണ്. സ്കൂൾ ബസ്സുകൾക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി തന്നെ ഉണ്ടാക്കി ഗവൺമെൻറ്. ആ കാറ്റഗറി ഉണ്ടാക്കിയിട്ട് അവർക്ക് ടാക്സ് എക്സംഷൻ കൊടുത്തു. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കണം. ഞങ്ങൾ ഒരു ബസ് വാങ്ങിയിട്ട് അതിന് 30,000 രൂപ 35,000 രൂപയോളം ടാക്സ് വരുന്നുണ്ട് 3 മാസത്തേക്ക്. ആ സ്ഥാനത്ത് ഇവർക്ക് 1000-1200 രൂപയാണ് വരുന്നത്. അപ്പോൾ അത് വരുമ്പം, ആ വ്യത്യാസം വരുമ്പം ഗവൺമെൻറ് എന്തുമാത്രം ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു എന്ന് ചിന്തിക്കണം. അത് എയ്ഡഡ് സ്കൂളിന് കൊടുത്തതാണ് ഗവൺമെൻറ്. അതിൽ കടന്നു കയറിയതാണ് സ്കൂളുകൾ. ഈ പറഞ്ഞ സ്വകാര്യ സ്കൂളുകൾ കടന്നു കയറി. പിന്നെ അതിന് നിയന്ത്രണമില്ല. കാരണം അവർക്ക് ബസ് ചാർജോ ഫെയർ ലിസ്റ്റോ ഒന്നുമില്ല. ഏത് റൂട്ടിൽ, കാരണം അവർ ഏത് റൂട്ടിലും പോയി പിള്ളേരെ കൂട്ടാൻ വേണ്ടി മത്സരമുണ്ട്. ആ മത്സരം അവർ വെക്കുമ്പോൾ അവർ യോഗ്യതയില്ലാത്ത, എന്ന് പറഞ്ഞാൽ അപ്രൂവൽ ഇല്ലാത്ത റോഡുകളിൽ കൂടെ പോയി പോലും പിള്ളേരെ കളക്ട് ചെയ്യും. ഈ കളക്ട് ചെയ്ത് പിള്ളേരെ കൊണ്ട് പോകുമ്പം ആ റോഡിൽ വെച്ചുണ്ടാകുന്ന ഒരു അപകടത്തിന് ഇൻഷുറൻസോ പരിരക്ഷയോ ഒന്നും കിട്ടില്ല. അതൊന്നും ചിന്തിക്കാതെ അവിടെ എല്ലാം പോയി ഇവർ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് വാങ്ങുന്ന പൈസ എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ അടിസ്ഥാനമില്ല, ഒരു മാനദണ്ഡവുമില്ല, യാതൊരു മാനദണ്ഡവും ഇല്ല. ഒരു സാധാ അൺഎയ്ഡഡ് സ്കൂളിൽ വാങ്ങുന്ന 1200 താഴോട്ടൊരു തുക കൂട്ടണ്ട. അപ്പോൾ എന്തുമാത്രം കൊള്ളയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാമല്ലോ. ഗവൺമെൻറ് എല്ലാ ആനുകൂല്യങ്ങളും മേടിച്ചിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ സ്കൂളുകൾ കാണിക്കുന്നത്. അപ്പോൾ ആ പ്രവൃത്തി നിർത്തണം. സ്കൂളുകൾക്ക് ബസ് ഫെയറും ബസ് സ്റ്റേജും എല്ലാം ഉണ്ടാവണം എന്നേ പറഞ്ഞുള്ളൂ. അത് സ്വകാര്യ ബസ്സുകൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ KSRTC എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു, അതേ രീതിയിൽ തന്നെ കൃത്യമായ മാനദണ്ഡങ്ങൾ ഈ ഫീസ് വാങ്ങുന്നതിൽ ഉണ്ടാവണം. തീർച്ചയായിട്ടും മാനദണ്ഡങ്ങൾ ഉണ്ടാവണം. ഞങ്ങൾ പ്രൈവറ്റ് ബസ്സുകാർ 50% ആക്കണം എന്ന് പറയുമ്പം ഞങ്ങളെ കണ്ണും പൂട്ടി എതിർക്കുന്ന ഈ സ്കൂളുകൾ ആണ് ഇപ്പം ഈ 150-200 ഇരട്ടി പൈസ വാങ്ങിയിട്ട് ഈ വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് ചിന്തിക്കണം. അപ്പോൾ ആ ഒരു പ്രവണത നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഈ പല സ്കൂളുകൾക്കും ഇന്ന് 50, 60, 70 ഒക്കെ ബസ്സുകളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും 50, 60 ബസ്സുകളുണ്ട്. അതിൽ കൂടിയ വിദ്യാർത്ഥികൾക്ക് വരാൻ AC ബസ്സുകളുണ്ട്. അങ്ങനെ കാലാകാലങ്ങളിൽ പുതിയ വണ്ടികൾ എടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ നോക്കിയോ, ഗവൺമെൻറ് പഠിച്ചോട്ടെ, 95% ബസ്സുകളും പുതിയതാണ്. കാരണം അവർക്ക് വരുമാനം അതുപോലെയാണ്. ബസ് അവരുടെ സ്കൂളിൻ്റെയും കോളേജിൻ്റെയും വലിയൊരു വരുമാന മാർഗ്ഗമാണ്. ഇത്ര വലിയ പകൽക്കൊള്ള വർഷങ്ങളായിട്ട് ഇവിടെ നടന്നിട്ടും വിദ്യാർത്ഥി സംഘടനകളൊന്നും ഇത് അറിഞ്ഞില്ല, കേട്ടില്ല എന്നുള്ള അവസ്ഥയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ടൈമിലാണ് ഞങ്ങൾ പ്രൈവറ്റ് ബസ്സുകാർ ബസ് ചാർജ് കൂട്ടണമെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്ന്, ST കൂട്ടണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം അത് ഞങ്ങളുടെ കുട്ടികളെ ബാധിക്കുന്ന കാര്യമാണ്, ഞങ്ങളുടെ സംഘടനയെ ബാധിക്കുന്നതെന്ന് പറഞ്ഞ് അവർ എതിർക്കാറുള്ളത്. താങ്കൾ ഈ ഒരു വിഷയം വർഷങ്ങളായി ആവശ്യപ്പെടുന്നതാണ്. ഒരു സർക്കാരും അത്, അല്ലെങ്കിൽ ഒരു മന്ത്രിമാരും അത് ചെവിക്കൊണ്ടിട്ടില്ല. അപ്പോൾ പുതിയ സർക്കാർ വന്നിരിക്കുന്നു, പുതിയ മന്ത്രി വന്നിരിക്കുന്നു. എന്താണ് പ്രതീക്ഷകൾ, എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറയാമല്ലോ, നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഒരു വലിയ നന്ദി പറയുക. പൊതുഗതാഗത സംവിധാനം എന്ന് പറയാൻ അറിയാവുന്ന ഒരു മന്ത്രിയെ തന്നതിൽ. കാരണം ഞാൻ ഏകദേശം 95 മുതൽ ഈ പ്രൈവറ്റ് ബസ് പ്രസ്ഥാനത്തിലുണ്ട്. അതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നിടത്ത് ഏതൊരു മന്ത്രി വന്നാലും ട്രാൻസ്പോർട്ട് ബസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയാനേ അറിയുള്ളൂ. അവർക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രിയുമായിരുന്നു. ഈ ഇത്തവണ മാത്രം ഗതാഗത മന്ത്രിയുടെ വാക്കുകൾ ഞാൻ കേട്ടതാണ്. പൊതുഗതാഗത സംവിധാനത്തിന് രണ്ടും വേണം, KSRTCയും പ്രൈവറ്റും വേണം. അത് പരസ്പര പൂരകങ്ങളായിട്ട് തന്നെ പോകണമെന്ന് പറഞ്ഞപ്പം എനിക്കൊരു വലിയ പ്രതീക്ഷയുണ്ട്. കാരണം പൊതുഗതാഗത സംവിധാനം എന്ന് പറയാൻ നാവ് പൊങ്ങിയൊരു മന്ത്രിയാണ്. ആ മന്ത്രിയെ ഇതിന് തന്നതിൽ ഞാൻ മുഖ്യമന്ത്രിയോട് നന്ദി പറയുന്നു. എന്താണെങ്കിലും താങ്കളുടെ ആവശ്യങ്ങൾ അത് പരിഗണിക്കുമെന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളെ കൊള്ള നടത്തുന്ന ഈ സ്കൂളുകളുടെ നടപടി, അത് ഞാൻ പറഞ്ഞ വാക്കുകൾ മന്ത്രി പരിഗണിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
എന്താണെങ്കിലും സ്കൂൾ ബസ്സുകളുടെ ഫീസ് ഇനത്തിൽ വലിയ കൊള്ളയാണ് നടക്കുന്നത്. ഇത് വർഷങ്ങളായി പലതലത്തിലും പരാതികളൊക്കെ ഉയരാറുമുണ്ട്. പക്ഷേ ഇതിലൊരു ഏകീകൃത സ്വഭാവം അല്ലെങ്കിൽ കിലോമീറ്ററിന് ഇത്ര രൂപ എന്നൊരു നിരക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് റോബിൻ ഗിരീഷ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലും അദ്ദേഹം ഇതേ ആവശ്യം ഉന്നയിച്ചതാണ്. പക്ഷേ അന്നൊന്നും സർക്കാരുകൾ അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല. എന്താണെങ്കിലും ഈ പുതിയ സർക്കാർ, പുതിയ ഗതാഗത മന്ത്രി ഇതിലൊക്കെ ഇടപെടൽ നടത്തും എന്നൊരു ശുഭപ്രതീക്ഷയിലാണ് അദ്ദേഹം. കോട്ടയം ഈരാറ്റുപേട്ടയിൽ നിന്നും ക്യാമറമാൻ സനീഷിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.